ബൻമസ്കയും ഇറാനി ചായയും ഇപ്പോൾ വൈറലായിട്ടുള്ള ഈ ഒരു ഐറ്റമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ബൻമസ്ക റെഡിയാക്കിയിട്ട് പിന്നെ ഇറാനി ചായ റെഡിയാക്കിയിട്ട് ആ ചായയിൽ ഈ ഒരു ബന്ന് മുക്കി കഴിക്കാനുണ്ടല്ലോ, എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ബന്നിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ആ ഒരു ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ ബട്ടർ എടുക്കുമ്പോൾ അൺസാൾട്ടഡ് ബട്ടർ തന്നെ എടുക്കുക. ബട്ടർ റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം ഇതുപോലെ ചെയ്യുക. എന്നാലാണ് നമുക്ക് ഇത് നല്ല ക്രീം പരുവത്തിൽ ആയി കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതിയോളം ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നീട് ചേർത്ത് കൊടുക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലിപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. പക്ഷേ എങ്കിൽ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുമ്പോഴാണ്. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ക്രീം പരുവത്തിൽ ആക്കിയെടുക്കണം. ഞാൻ കുറച്ചും കൂടെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറച്ചും കുറവാണ്. അപ്പം കുറച്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ നല്ല ക്രീം പരുവത്തിൽ ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ കണ്ടൻസ് മിൽക്ക് ഒരുപാട് കൂടിപ്പോകണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ ക്രീമായി കിട്ടൂല, ലൂസായി പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ 50 ഗ്രാം ബട്ടറിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുത്തതിന്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിതാ ബന്നാണ് എടുത്തിട്ടുള്ളത്. എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്ന് തന്നെ എടുക്കാൻ നോക്കുക. ഈ ഒരു ബൻമസ്ക റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്നായാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ ബന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ആ ഒരു ബട്ടർ ക്രീം ഉണ്ടല്ലോ, ഇതുപോലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്രീം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു 50 ഗ്രാം ബട്ടർ കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു ക്രീം ഉണ്ടല്ലോ, 6 ബന്നിലേക്ക് കറക്റ്റായിട്ടാണ് ഉണ്ടായിന്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ബട്ടറൊക്കെ എടുക്കാം. അപ്പോൾ കുറവാണ് വേണ്ടതെങ്കിൽ ബട്ടറിൻ്റെ അളവൊക്കെ കുറച്ചിട്ടെടുത്താൽ മതി. കറക്റ്റ് 6 ബന്നിന് കറക്റ്റായിട്ടുണ്ടേനു ഇത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തും ഇതുപോലൊന്ന് ബട്ടർ ക്രീം സ്പ്രെഡാക്കി കൊടുക്കുക. അങ്ങനെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ബന്നിൻ്റെ ഉള്ളിലായിട്ട് നന്നായിട്ട് ഈ ഒരു ക്രീം സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് മൂടിയിട്ട് അതിൻ്റെ ആ ഒരു ഓപ്പണായ ഭാഗത്തെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ പണിയുള്ളൂ. ഈ ഒരു ബൻമസ്ക റെഡിയാക്കാൻ പണി കുറവാണ്, പക്ഷേങ്കിൽ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ്. കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ബൻമസ്ക എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു നല്ല ചായയും കൂടെ വേണ്ടേ, അതും കൂടെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചായപാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ചായ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ എടുക്കുക. എന്നിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല കടുപ്പമുള്ള ചായപ്പൊടിയാണ്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ ചായപ്പൊടിൻ്റെ കടുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 ഏലക്കായി ഒന്ന് കുത്തി ചതച്ചതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. നമ്മൾ ഇറാനി ചായയല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒട്ടും ആവി പുറത്തേക്ക് പോവാത്ത രീതിയിൽ വേണം ഇത് അടച്ചു വെക്കാൻ. അപ്പോൾ മൂടിക്ക് എന്തെങ്കിലും ഹോൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഹോൾസ് ഒന്നും ഇല്ലാത്ത മൂടിയാണ്. ഇതൊന്ന് നന്നായിട്ട് തിളക്കാൻ തുടങ്ങുമ്പോൾ തീ നല്ലതുപോലെ ഒന്ന് കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ടൊരു 12 to 15 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഞാനൊരു 15 മിനിറ്റാണ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒന്ന് കുറുകിയിട്ടുണ്ട്. നമ്മൾ 2 ഗ്ലാസ് വെള്ളമല്ല ഒഴിച്ചു കൊടുത്തത്, അതിപ്പോൾ 1.5 ഗ്ലാസ്സോ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് അരിച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ അരിച്ചൊഴിച്ചിട്ടുണ്ട്. നല്ല കടുപ്പമുള്ള നല്ലൊരു ചായയാണ് ഇത്. ഇനി നമുക്ക് പാലും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ചായക്ക് വെള്ളം എടുത്ത അതേ കപ്പിന് തന്നെ 2 കപ്പ്
പാലാണ് ഒഴിച്ച് കൊടുത്തിന്. എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ തീ മീഡിയത്തിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ 2 കപ്പ് പാലല്ല ഒഴിച്ച് കൊടുത്തത്, അത് കുറുകിയിട്ട് 1 കപ്പായി വരണം. പിന്നെ ചായക്ക് വെള്ളം തിളപ്പിക്കുമ്പോഴേ തന്നെ മറ്റൊരു പാത്രത്തിൽ പാലും അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചായയും റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ചെയ്തത്. അങ്ങനെ പാലെല്ലാം നല്ലതുപോലെ തിളച്ച് കുറുകിയിട്ടുണ്ട്. മധുരത്തിന് കണക്കായിട്ടുള്ള കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷേങ്കിൽ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോഴാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ ഒരുപാട് ഓവർ മധുരം വേണ്ട, നമ്മുടെ ബന്ന് നല്ല മധുരമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പ് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ പാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറാനി ചായ കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് കടുപ്പുള്ള ചായ പകുതിയോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കാച്ചി കുറുക്കിയെടുത്ത ആ ഒരു പാലും കൂടെ പകുതിയോളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ പകുതി ചായയും പകുതി പാലും ഒഴിച്ചിട്ടാണ് ഈ ഒരു ചായ റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറാനി ചായയും അതുപോലെ തന്നെ ബൻ മസ്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചായയിലേക്ക് ഈ ഒരു ബന്ന് കട്ട് ചെയ്തിട്ട് മുക്കിയിട്ടൊന്ന് കഴിക്കുക. അടിപൊളി രുചിയാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. അടിപൊളിയാണ്. ഒരിക്കലും ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. പിന്നെ മക്കൾക്കെല്ലാം നല്ലതുപോലെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.